ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് സുരക്ഷിതമായ പൊതു ഇടം എന്നാണ്. ഇങ്ങനത്തെ ഒരു ടോപ്പിക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട് സുരക്ഷിതമല്ല എന്നല്ലേ അതിവിടെ പറയുന്നത്. Why we felt our society and surrounding is unsecure. നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതില് എത്തിപ്പെടാത്ത, ഗവൺമെന്റിന്റെ കണ്ണിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രോബ്ലംസ്, അതിലുള്ള ഞങ്ങളുടെ കണ്ണില് 2K കിഡ്സിന്റെ കണ്ണിലൂടെയുള്ള ചെറിയ സൊല്യൂഷൻസ് ഒക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, റോഡ് സേഫ്റ്റി, ബസ് സ്റ്റാൻഡ്സ്, വാട്ടർ ലൈൻ ട്രാൻസ്പോർട്ടേഷൻസ് എന്നതിനെ കുറിച്ചാണ്. ഇതിൽ മേജർ ആയിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പറയേണ്ടത് ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. ഇവിടെ തന്നെ നോക്കാം, ഈ ഒരു സ്റ്റേജിൽ തന്നെ നോക്കാം, ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള വരുന്ന കുട്ടികൾക്ക് കയറാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഫെസിലിറ്റി അല്ല ഇവിടെ ഉള്ളത്. വി വാണ്ട് ടു ഇംപ്ലിമെന്റ് എവ്രിവർ. നമ്മുടെ ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായി ഇരിക്കാൻ പറ്റത്തില്ല, അതില് നമ്മൾക്ക് ഒഴിഞ്ഞു ചാടും ദേശത്തെ. അപ്പോൾ കുറച്ചും കൂടി ഇംപ്ലിമെന്റഡ് ആയി, കുറച്ചും കൂടി ഫെസിലിറ്റി. അതേപോലെ പബ്ലിക് ടോയ്ലറ്റ്സിലുണ്ട്, ഫീഡിങ് മദേഴ്സ് ഉണ്ട്, അവിടെ ഭയങ്കര ഹൈജീൻഫുൾ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്സ് അവർക്ക് വേണ്ടി നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതേപോലെ ട്രാഫിക് പോലീസസ് വേണം. പക്ഷേ എപ്പോഴും ഈ സെൻട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ ഞങ്ങളുടെ പഞ്ചായത്തിലൂടെയും അതേപോലെ ഞങ്ങളുടെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലൂടെയും കൂടെ വന്ന് നോക്കൂ. പലപ്പോഴും ആ ഭാഗങ്ങളിലൊന്നും ട്രാഫിക് റൂൾസ് അവർ നോക്കുന്നില്ല, റോഡ് സേഫ്റ്റി അവർ നോക്കുന്നില്ല, ജസ്റ്റ് അവരത് ബോധർ ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടി അവെയർ ആവണം എന്ന് തോന്നുന്നു. സ്ട്രീറ്റ് ഡോഗ്സ്, അങ്ങനെ പേവിഷവാതകൾ വഹിക്കുന്നുണ്ട്, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതേപോലെ എല്ലാവരും പറയാറുണ്ട് ഫസ്റ്റ് എയ്ഡ് വേണം ഈ ബസ്സുകളിലും ബാക്കി സ്ഥാപനങ്ങളിലും എന്ന്. പലപ്പോഴും ആ ഇതിനകത്ത് ഈ ബസ്സുകാരുടെ ബ്രഷും പേസ്റ്റും അവർക്ക് വേണ്ട മാൻഡേറ്ററി സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. You want our things, you want to see our health. So, street lights, അത്തരം കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. അതേപോലെ ചില സമയത്ത് ഈ ജാഥകള്, സമരങ്ങള്, അതെല്ലാം ഈ സ്റ്റുഡൻസിന് പൊതുസ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അത് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. അതേപോലെ കളിസ്ഥലങ്ങൾ ഒരുക്കണം. ഈ കളിസ്ഥലങ്ങൾ ഉണ്ട് പല ഭാഗത്തും, പക്ഷെ എന്റെ അമ്മ വിടാറില്ല കളിസ്ഥലത്തേക്ക്, അങ്ങോട്ട് പോകണ്ടാ പറയും. കാരണം they have mafias, they have drug sports. അതിനെ റിമൂവ് ചെയ്ത്, കൂടാതെ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വരുന്ന തരത്തിലുള്ള ഒരു കളിസ്ഥലം ഞങ്ങൾക്ക് ഒരുക്കി തരണം. അതേപോലെ പൊതു ഇടങ്ങൾ ഭയങ്കരമായിട്ട് അൺഹൈജീൻ ആയി കാണുന്നുണ്ട്, അതെല്ലാം ഒന്ന് ഹൈജീൻ ആക്കി തന്ന്